ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ അത് മുസ്ലിം സമുദായത്തിനെതിരായ വിമർശനമല്ല എന്നും വിജയരാഘവന്റെ പ്രസംഗത്തിലെ പരാമർശത്തിൽ തെറ്റില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. പരാമർശത്തിനോടൊപ്പം പാർട്ടി ഉറച്ചു നിൽക്കുകയാണെന്നും കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും സഖ്യകക്ഷികളാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും സഖ്യകക്ഷിയാണ് ഇപ്പോൾ കോൺഗ്രസ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും ഇപ്രാവശ്യത്തെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും ഒരു സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിച്ചത് നമുക്കെല്ലാം അറിയുന്നത് പോലെ നമുക്കറിയാം. UDFും ജമാഅത്തെ ഇസ്ലാമും ആണെന്നുള്ളത്. അപ്പോൾ UDF എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു സഖ്യകക്ഷിയെ പോലെ ജമാഅത്തെ ഇസ്ലാമിനെയും SDPയെയും ചേർത്ത് നടത്തുകയാണ്. ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതം അത് ഉൽപ്പാദിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കോൺഗ്രസിന്റെ അകത്തും വരും, ലീഗിന്റെ അകത്തും വരും. മുസ്ലിം ലീഗ് വർഗീയതക്കെതിരായിട്ടൊക്കെ സജീവമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന വാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് സ്വാഭാവികമായിട്ട് UDFന്റെ കക്ഷിയായിട്ട് മാറുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം കോൺഗ്രസിന് മാത്രമല്ല മുസ്ലിം ലീഗിലും അത് ശക്തിയായിട്ട് ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ന്യൂനപക്ഷ വർഗീയതവാദത്തെ ശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും, ഇനിയും എതിർക്കും. ഇതേവരെ എതിർത്തിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയെയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള RSSനെയും അതിശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും. ഭൂരിപക്ഷ വർഗീയവാദത്തിനും ന്യൂനപക്ഷ വർഗീയവാദത്തിനും എതിരായിട്ടുള്ള ശക്തിയായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ജനാധിപത്യ ശക്തികൾക്കും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.